ക്ലാസ്സിൽ നമ്മൾ പ്രോബിലിറ്റി എന്ന പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പ്രോബിലിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. നമുക്ക് പ്രോബിലിറ്റി എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ടേംസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന ടേം റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സാധാരണ നമ്മൾ ലാബിൽ പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അതുപോലെ ബയോളജി ആയാലും അതിലുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് നേരത്തെ അറിയാം. എന്താണ് ആ റിസൾട്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ റിസൾട്ട് നേരത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ മറ്റൊരു പ്രത്യേകതയും കൂടി റാൻഡം എക്സ്പെരിമെൻറ്റിനുണ്ട്. എന്താണ് ആ പ്രത്യേകത? അതിനൊന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാവാം. അതാണ് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എപ്പോഴാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ ഫിസിക്സ് ലാബിലോ കെമിസ്ട്രി ലാബിലോ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളെ ഒരിക്കലും റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാറില്ല. An experiment is called random experiment if it satisfies the following conditions. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം. ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ. ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിസൾട്ടാണ്. ഔട്ട്കം എന്നുള്ള വാക്കൊന്ന് ഓർത്ത് വെക്കുക. ഔട്ട്കം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് പോസിബിളാണ്. കൂടാതെ it is not possible to predict the outcome in advance. അതായത് നമുക്ക് ആ റിസൾട്ട് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഒന്നും തന്നെ റാൻഡം എക്സ്പെരിമെൻ്റ് അല്ല. പിന്നെ എങ്ങനെയുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും റാൻഡം എക്സ്പെരിമെൻ്റ്? നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് രണ്ട് റിസൾട്ട് പോസിബിളാണ്. ഒന്നുകിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിലാകാം. രണ്ട് ഫേസസ് ആണ് ഹെഡും ടെയിലും. അപ്പോൾ ആ കോയിനിൻ്റെ ഹെഡോ ടെയിലോ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടാം. ഒന്നിൽ കൂടുതൽ റിസൾട്ടുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മളിപ്പോൾ ഹെഡാണോ ടെയിലാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏത് വേണമെങ്കിലും വരാം. ആ കോയിനിൽ ഒരു കള്ളത്തരങ്ങളും നടന്നിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് പോസിബിളാണ്. പക്ഷേ അവിടെ ഹെഡോ ടെയിലോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുക എന്നുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റ് ഏത് ടൈപ്പ് എക്സ്പെരിമെൻ്റ് ആണ്? റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അതിനൊന്നിൽ കൂടുതൽ റിസൾട്ട്സ് പോസിബിളാണ്. കൂടാതെ നമുക്കതിൻ്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഡൈ ടോസ് ചെയ്യുന്നത്, നമ്മൾ പാമ്പും ഏണിയും കളിക്കുന്ന ആ ഒരു ഡൈ ഉണ്ടല്ലോ, 6 ഫേസസ് ഉള്ള ഡൈ, അതിനെ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിസൾട്ട് ഏതൊക്കെ വരാം. ഒന്നുകിൽ 1 ആവാം, 2 ആവാം, 3, 4, 5, 6. അപ്പോൾ ഇത്രയും സംഖ്യകൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടാം. 5 and 6 ഇത്രയും റിസൾട്ട്സുകൾ പോസിബിളാണ്. അപ്പോൾ ഈ 6 റിസൾട്ടുകൾ പോസിബിളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകളുണ്ട്. അതുപോലെ തന്നെ അതിന് ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ പോസിബിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ഏതാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ടോസിങ് ഡൈ എന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റും ഏത് ടൈപ്പ് എക്സ്പെരിമെൻ്റ് ആയിരിക്കും? റാൻഡം എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അതുപോലെ ഒരു ബോക്സിൽ നമ്മൾ കുറച്ച് റെഡ് ബോൾസും ബ്ലാക്ക് ബോൾസും ഒക്കെ ഇടുന്നു. അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു. അത് റെഡാണോ ബ്ലാക്ക് ആണോ നമ്മൾ നോക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ബോൾ റെഡാണോ ബ്ലാക്ക് ആണോ. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റൊക്കെ തന്നെ റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നേരത്തെ റിസൾട്ടുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടാതെ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ പോസിബിളാണ്. അത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പം നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. An experiment is called a random experiment if it satisfies the following conditions. It has more than one possible outcome. ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത് റിസൾട്ടുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേക വാക്കാണത് ഔട്ട്കംസ്. ദാറ്റ് മീൻസ് റിസൾട്ട്. മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കംസ്. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രെഡിക്റ്റ് ദി ഔട്ട്കംസ് ഇൻ അഡ്വാൻസ്. അതായത് ഔട്ട്കംസിനെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരം എക്സ്പെരിമെൻറ്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. ഇനി ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം.
ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ വരാവുന്ന റിസൾട്ടുകളെ ഒരു സെറ്റായിട്ട് എഴുതിയാൽ അതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച അതേ സെറ്റാണ്. ഇവിടെയുള്ള സാമ്പിൾ സ്പേസിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? പോസിബിൾ റിസൾട്ട്സിനെയാണ് നമ്മളിതിലെ സാമ്പിൾ സ്പേസിൽ മെമ്പേഴ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സാമ്പിൾ സ്പേസിന് എക്സാമ്പിൾസ് നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ്. ഒരു കോയിൻ നമ്മൾ ഒരു പ്രാവശ്യം എറിയുന്നു. എന്തൊക്കെയായിരിക്കും സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുക? അതായത് സാമ്പിൾ സ്പേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്നാണ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ആണ്. ഒരു കോയിൻ നമ്മളൊരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന റിസൾട്ട്സ് ഹെഡും ടെയിലുമാണ്. അപ്പോൾ അതിനെ നമ്മൾ സെറ്റായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസിലുള്ള എലമെൻസിനെ നമ്മൾ പറയുന്നത് സാമ്പിൾ പോയിൻറ്റ്സ് എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? എച്ചും ടിയും ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എച്ച് ആൻഡ് ടി. ദഫോർ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു സെറ്റ് എച്ച് കൊമ ടി. ഇനി അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. 2 coins are tossed once. Write the sample space. നമ്മളുടനെ 2 കോയിൻ എറിയുന്നു അല്ലേ? 2 കോയിൻ എറിയുമ്പോൾ വരാവുന്ന റിസൾട്ട്സ്, അത് 2 കോയിനിൽ നമുക്ക് ഹെഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ എഴുതുന്നു എച്ച് എച്ച്. ഇനി ആദ്യത്തെ കോയിനിൽ ഹെഡും രണ്ടാമത്തേൽ ടെയിലും കിട്ടും, അല്ലെങ്കിൽ ആദ്യത്തേൽ ടെയിലും രണ്ടാമത്തേൽ ഹെഡും കിട്ടും. അതുമല്ലെങ്കിൽ 2 കോയിനിലും ടെയിൽ കിട്ടുന്നു. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സാണ് നമുക്ക്, ഇത്രയും റിസൾട്ട്സാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. ഇതൊക്കെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി അതിനെ സെറ്റാക്കിയിട്ട് എഴുതുക. അതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിനും കറക്റ്റായിട്ടുള്ള സാമ്പിൾ സ്പേസ് എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 coins are tossed. Write the sample space. 3 coins ടോസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അതിൽ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ്. ഒരു കോയിൻ 3 പ്രാവശ്യം എറിയുമ്പോഴും 3 കോയിൻ ഒരു പ്രാവശ്യം എറിയുമ്പോഴും നമ്മൾ ഒരുപോലെയാണ് റിസൾട്ട്സ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ 3 കോയിനിലും ഹെഡ് വരാം അല്ലേ? അടുത്തത് ആദ്യത്തെ 2 കോയിനിൽ ഹെഡ് വന്നു, മൂന്നാമത്തേതിൽ ടെയിൽ. ഇനി ആ 2 എച്ചും ടിയും നമുക്ക് ഒന്ന് പെർമ്യൂട്ട് ചെയ്ത് എഴുതാം. എച്ച് ടി എച്ച് വരാം, അല്ലെങ്കിൽ ടി എച്ച് എച്ച് വരാം. നമ്മൾ ക്രമത്തിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എല്ലാ റിസൾട്ടും കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതായത് 2 എച്ചും 1 ടിയും കിട്ടുന്ന റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. 2 കോയിനിൽ ഹെഡും 1 കോയിനിൽ ടെയിലും. ഇനി 2 കോയിനിൽ ടെയിൽ വരുന്നു, 1 കോയിനിൽ ഹെഡ് വരും. അതും പലതരത്തിൽ എഴുതാം. ആദ്യത്തേത് പിന്നെ രണ്ടാമത്തെ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം. ടി എച്ച് ടി ടി. അപ്പോൾ ഇങ്ങനെയും വരാം. ഇനി വരുന്നത് 3 കോയിനിലും ടെയിൽ വരുന്നത്. അപ്പോൾ ടി ടി ടി. അപ്പോൾ ഈ റിസൾട്ടുകൾ എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു ക്രമം ഒന്ന് ഓർത്ത് വെച്ചാൽ ഒന്നുപോലും ഒഴിഞ്ഞു പോകാതെ തെറ്റാതെ നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം 3 എച്ച് എഴുതുന്നു, പിന്നെ 2 എച്ചും 1 ടിയും വെച്ചിട്ട് ബാക്കി 3 എണ്ണം എഴുതുന്നു, പിന്നെ 2 ടിയും 1 എച്ചും വെച്ച് എഴുതുന്നു, പിന്നെ 3 ടി എഴുതുന്നു. അങ്ങനെ ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്? 8 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ 8 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ടോസ്ഡ് വൺസ്. ഒരു ഡൈ എറിയുന്നു. എന്തായിരിക്കും അതിൻ്റെ സാമ്പിൾ സ്പേസ്? ഒരു ഡൈയിൽ നമുക്കറിയാം, ഒരു ഡൈയിൽ 6 ഫേസിൽ നമുക്ക് മാർക്ക് ചെയ്തത് 1 to 6 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതിൽ പോസിബിൾ ആയിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെറ്റാക്കിയിട്ട് എഴുതുമ്പോൾ 1 2 3 4 5 6 ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ശ്രദ്ധിച്ച് സാമ്പിൾ സ്പേസ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഇനി അടുത്ത നോക്കാം നമുക്ക്. എ ഡൈ ഈസ് ടോസ്ഡ് ട്വൈസ്. ഒരു ഡൈ 2 പ്രാവശ്യം എറിയുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എങ്ങനെ എഴുതുന്നു നോക്കാം. എസ് ഈക്വൽ ടു 2 പ്രാവശ്യം എറിയുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഡൈയിൽ 1 വരാം, രണ്ടാമത്തേൽ 1 വരാം. അപ്പോൾ 1 1. നമ്മൾ എച്ച് എച്ച് എഴുതുന്ന പോലെയല്ല ഇവിടെ എഴുതുന്നത്, ഓർഡേഡ് പെയറായിട്ട് എഴുതുന്നത്. കാരണം 1 1 നമ്മൾ അടുപ്പിച്ചെഴുതി അത് 11 വായിക്കുക അല്ലേ? അതുകൊണ്ട് നമ്മളതിനെ ഒരു ഓർഡേഡ് പെയറായിട്ട് എഴുതാം. അപ്പോൾ അടുത്ത എലമെൻറ്റ് 1 വെച്ചിട്ട് നമുക്ക് എഴുതാം
1 2, പിന്നെ 1 3, 1 4, 1 5, പിന്നെ 1 6. ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് 1 വെച്ചിട്ട് എഴുതാം. ഇനി 2 വെച്ചിട്ട് 2 1, 2 2, 2 3, 2 4, 2 5, 2 6. 2ൽ തുടങ്ങുന്ന 6 നമുക്ക് എഴുതാം. പിന്നെ 3 1, 3 2, 3 3, 3 4, 3 5, 3 6. പിന്നെ 4 വെച്ചിട്ട് 4 1, 4 2, 4 3, 4 4, 4 5, 4 6. ഇനി 5 1, 5 2, 5 3, 5 4, 5 5, 5 6. പിന്നെ 6 1, 6 2, 6 3, 6 4, 6 5, പിന്നെ 6 6. ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്യണം ബ്രാക്കറ്റ്. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും നോക്കാം നമുക്ക്. ഇതിനകത്ത് എത്ര സാമ്പിൾസ് പോയിൻറ്റ്സ് ഉണ്ടാവും? 36 സാമ്പിൾ പോയിൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് സാമ്പിൾ സ്പേസ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ 36 ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡൈ 2 പ്രാവശ്യം എറിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. അതേപോലെ തന്നെ നമ്മൾ 2 ഡൈസ് ഒരു പ്രാവശ്യം എറിയുമ്പോഴും എഴുതുന്നത് ഇതേ സാമ്പിൾ സ്പേസ് ആണ്. അത് ഓർത്ത് വെക്കണം. ഒരു ഡൈ 2 പ്രാവശ്യം എറിഞ്ഞാലും 2 ഡൈ ഒരു പ്രാവശ്യം എറിഞ്ഞാലും നമ്മൾ ഒരേ സാമ്പിൾ സ്പേസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കോയിൻ ആൻഡ് എ ഡൈ ഈസ് ടോസ്ഡ്. റൈറ്റ് ദി സാമ്പിൾ സ്പേസ്. ഒരു കോയിനും അതിൻ്റെ കൂടെ ഒരു ഡൈയും എറിയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് പ്രധാനം. ഒരു കോയിനും ഒരു ഡൈയും എറിയുന്നു. അപ്പോൾ എന്തൊക്കെ റിസൾട്ട്സ് പോസിബിളാണ്? അപ്പോൾ കോയിനിൽ ഹെഡ് വരുമ്പോൾ ഡൈയിൽ എന്ത് വരാം? 1 വരാം. അത് നമുക്കിങ്ങനെ ചേർത്ത് എഴുതാം. ഓരോട് പേരാക്കണമെന്നില്ല. കാരണം ഒന്നിൽ ഇംഗ്ലീഷ് ലെറ്ററും മറ്റൊന്ന് നമ്പറുമാണ്. അപ്പോൾ H1, പിന്നെ H2, H3 അല്ലേ. ഹെഡിൻ്റെ കൂടെ ഈ നമ്പേഴ്സൊക്കെ പോസിബിളാണ്. H4, H5, H6. ഇനി ടെയിൽ വന്നാലോ? ടെയിലിൻ്റെ കൂടെ 1 വരാം. T1, T2, T3, T4, T5, T6. അപ്പോൾ ഇത്രയും റിസൾട്ട്സ് പോസിബിളാണ്. അപ്പോൾ 12 റിസൾട്ട് പോസിബിളാണ് ഒരു കോയിനും ഒരു ഡൈയും ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. സപ്പോസ് 3 ബൾബ്സ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ ലോട്ട്. ഒരു ബാഗിനകത്ത് നിന്ന് 3 ബൾബ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അത് എന്തൊക്കെയാവാം? ഈച്ച് ബൾബ് ഈസ് ടെസ്റ്റഡ് ആൻഡ് ക്ലാസിഫൈഡ് ആസ് ഡിഫക്റ്റീവ് ആൻഡ് നോൺ ഡിഫക്റ്റീവ്. ഓരോ ബൾബും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. നല്ലതാണോ ചീത്തയാണോ നോക്കുന്നു. ഡിഫക്റ്റീവിന് നമ്മൾ D എന്ന് പറയുന്നു. നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ N എന്ന് പറയുന്നു. റൈറ്റ് ദി സാമ്പിൾ സ്പേസ്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ 3 ബൾബാണ് എടുക്കുന്നത് അല്ലേ. അപ്പം 3 ടൈപ്പിൽ നമുക്ക് ഈ N-ഉം D-യും ആയിട്ട് കോമ്പിനേഷൻ വരാം. അപ്പോഴെങ്ങനെ വരാം? 3 എലമെൻ്റ് വീതമുള്ള ഒരു കോമ്പിനേഷനാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 3 എണ്ണം ഡിഫക്റ്റീവ് ആണെങ്കിലോ നമുക്കിങ്ങനെ എഴുതാം അല്ലേ. 2 ഡിഫക്റ്റീവും 1 നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരാം. അത് തന്നെ രണ്ടാമത്തേതാവാൻ നോൺ ഡിഫക്റ്റീവ്, അല്ലെങ്കിൽ ഒന്നാമത്തെ തന്നെ നോൺ ഡിഫക്റ്റീവായിട്ട് ബാക്കി 2 എണ്ണം ഡിഫക്റ്റീവ് ആവാം. പിന്നെ 2 നോൺ ഡിഫക്റ്റീവും 1 ഡിഫക്റ്റീവും ആകാം. അതും തന്നെ പലതരത്തിലാവാം. ആദ്യത്തേതോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആവാം. അപ്പോൾ നമുക്കതിനെ കോമ്പിനേഷനെ മാറ്റി കൊടുക്കാം. അപ്പോൾ D, N, N. പിന്നെ 3 നോൺ ഡിഫക്റ്റീവ് ആവാം അല്ലേ. അപ്പം 3 നോൺ ഡിഫക്റ്റീവ് ആകുമ്പോൾ N. ഇത് നമ്മൾ H-ഉം T-യും വെച്ച് എഴുതുന്ന അതേ രീതിയിൽ നമുക്ക് എഴുതാം. ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവും ആവുന്ന കേസസ്. അപ്പോൾ എടുക്കുന്ന 3 ബൾബുകൾ ആയതുകൊണ്ട് 3 വെച്ചിട്ടുള്ള 3 വീതം വെക്കുന്ന ഒരു പെർമ്യൂട്ടേഷൻ രീതിയിലാണ് നമ്മളിത് എഴുതുന്നത്. 3 ഡിഫക്റ്റീവ്, പിന്നെ
2 ഡിഫക്റ്റീവും 1 നോൺ ഡിഫക്റ്റീവും വരുന്നത് 3 എണ്ണം വരും. 2 നോൺ ഡിഫക്റ്റീവും 1 ഡിഫക്റ്റീവും വരുന്ന 3 എണ്ണം, പിന്നെ 3 നോൺ ഡിഫക്റ്റീവ് ആകുന്ന ഒരു കേസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അൺടിൽ എ ടെയിൽ കംസ് അപ്പ്. റൈറ്റ് ദി സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു കോയിൻ നമ്മൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എത്ര വരെ? ഒരു ടെയിൽ കിട്ടുന്നത് വരെ എറിയും. ഒരു ടെയിൽ കിട്ടുന്നത് വരെയാണ് നമ്മൾ എറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഏതൊക്കെ രീതിയിലൊക്കെ അതാവാമെന്ന് ഓർത്ത് നോക്കുക. അതായത് നമ്മളൊരു കോയിൻ എറിയുമ്പോൾ ആദ്യം തന്നെ ടെയിൽ വന്നു എന്ന് വെച്ചു. ആദ്യത്തെ പ്രാവശ്യം തന്നെ ടെയിൽ വന്നാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ. ഒരു ടെയിൽ കിട്ടുമല്ലേ നമുക്ക് വേണ്ടൂ. അപ്പോൾ ഒന്നുകിൽ ഒരു ടി ആവാം. ആദ്യത്തെ ത്രോ തന്നെ കിട്ടുകയാണെങ്കിൽ ഒരു ടി എന്നുള്ളതായിരിക്കും നമ്മളെ റിസൾട്ട്, അല്ലേ? പിന്നെ ആദ്യത്തെ ത്രോയിൽ നമുക്ക് ഹെഡ് വന്നു, രണ്ടാമത്തെ ത്രോയിൽ ടെയിൽ കിട്ടി, അപ്പോൾ എച്ച് ടി ആവാം. അല്ലെങ്കിൽ എച്ച്, ആദ്യത്തെ എച്ച് പിന്നെയും എച്ച്, മൂന്നാമത്തെ ത്രോയിൽ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും, അല്ലേ? പിന്നെ നാലാമത്തെ ത്രോയിലാണ് ടെയിൽ കിട്ടുന്നതെങ്കിലോ അതിങ്ങനെ ഉണ്ടാവും, അല്ലേ? അഞ്ചാമത്തെ ത്രോയിലാണെങ്കിലോ 4 എച്ചും ഒരു ടിയും വരും, അല്ലേ? ഇങ്ങനെ നമുക്ക് തുടർന്നു കൊണ്ടേയിരിക്കാം. അപ്പോൾ അതിനെ ഡോട്ട് ഇട്ട് കാണിക്കാം. കാരണം അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. കാരണം ഒരു ടെയിൽ കിട്ടുന്ന വരെയാണ് നമ്മൾ എറിയുന്നത്, അല്ലേ? നമുക്ക് ഈ ടെയിൽ ഒരു മാസം എറിഞ്ഞാലും കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെയാണത് മാർക്ക് ചെയ്യുന്നത്. അതായത് എച്ച് ആദ്യത്തെ ത്രോയിലൊക്കെ തന്നെ നമുക്ക് ഹെഡാണ് കിട്ടുന്നെങ്കിൽ അതങ്ങനെ നീണ്ടു പോകും. അവസാനം ഒരു ത്രോയിൽ ടി കിട്ടുമ്പോൾ അവിടെ ഒരു ടി വരും. അപ്പോൾ ആ രീതിയിൽ തുടരുമ്പോൾ നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതിനെ നമ്മൾ ഡോട്ടിട്ട് കാണിക്കണം. അപ്പോൾ ഇതാണ് ആ സാമ്പിൾ സ്പേസ്. ഇതൊരിക്കലും എക്സാമിന്, പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അത് ഈ രീതിയിലാണ് അത് എഴുതേണ്ടത്. അത് ഡൈ ഡോസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ കിട്ടണമെന്ന് വരെ നമ്മൾ ഡൈ ഡോസ് ചെയ്യുന്നു. അതും ഇതുപോലെയാണ് നമ്മൾ റിസൾട്ട് എഴുതേണ്ടത്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്. സെറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവൻറ്റ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സെറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഇവൻ്റ് എന്തായിരിക്കും? നോട്ട് എ. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എ ഈസ് എൻ ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നോട്ട് എ എന്ന് പറയുന്ന ഇവൻ്റ് എന്തായിരിക്കും? എൻ ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് എൻ ഈവൺ നമ്പർ. അതായത് എയിലില്ലാത്ത സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്കതിനെ കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എ, അതായത് നോട്ട് എൻ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം ആ എക്സാമ്പിളിൽ. ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ ആൻഡ് ബി എന്ന് പറയുന്ന ഇവൻ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിലും ബി എന്ന് പറയുന്ന ഇവൻറ്റിലും എലമെൻറ്റ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ടാവും, നമുക്കറിയാതെ, അല്ലേ? ഇൻ്റർസെക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എ ആൻഡ് ബി എന്നാണ് നമ്മളതിനെ ആ ഇവൻറ്റിനെ പറയുന്നത്. ഇനി എ മൈനസ് ബി നമ്മൾ പഠിച്ചു. എയിൽ നിന്ന് ബിയെ ഒഴിവാക്കിയതാണ് എ മൈനസ് ബി, അല്ലേ? പക്ഷേ അതിൽ ഇവിടെ നമ്മൾ ഇവൻ്റായിട്ട് പറയുന്നത് എ ബട്ട് നോട്ട് ബി. ബി എന്ന ഇവൻ്റ് ഇല്ല, പക്ഷേ എ എന്ന ഇവൻ്റ് ഉണ്ട്. അപ്പോൾ എ ബട്ട് നോട്ട് ബി. എയിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റിനെ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റ്. അതുകൊണ്ട് തന്നെ ആ ഇവൻ്റ് എങ്ങനെ വായിക്കാം? എ ബട്ട് നോട്ട് ബി എന്ന് വായിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് സെറ്റ് ഇവൻറ്റ്സിനെ പരിചയപ്പെടാം. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എ ആൻഡ് ബി ആർ കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് പറയാം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, ദെൻ എ ആൻഡ് ബി ആർ കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ മറ്റേ ഇവൻറ്റ് തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയില്ല. അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. ദി ഇവൻറ്റ്സ് E1, E2, etc. En are exhaustive events if E1 union, E2 union, E3 union, etc. union En equal to S. നമ്മുടെ സാമ്പിൾ സ്പേസ് മൊത്തം ഈ സെറ്റുകളുടെ യൂണിയനായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇവൻറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകളാണ്. അവയുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സബ്സെറ്റുകളെ എന്ത് പറയാം? ഈ ഇവൻറ്റ്സുകളെ നമുക്ക് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയാം.
അപ്പോൾ ദി ഇവൻറ്റ്സ് E1, E2, എക്സെട്ര En ആർ എക്സോസ്റ്റീവ് if E1 യൂണിയൻ E2 യൂണിയൻ E3 എക്സെട്ര യൂണിയൻ En ഈക്വൽ ടു എസ് എന്ന് പറയും. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. If 2 dice are thrown and the sum of the numbers is noted, let us consider the following events associated with this experiment. The sum is multiple of 3, the sum is less than 4, the sum is greater than 11. Which pairs of these events are mutually exclusive? ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇവൻസും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ 2 ഡൈ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് നമുക്കറിയാം ഏതാണ്, 36 ജോഡികളുള്ള സാമ്പിൾ സ്പേസ് ആണ് അത് അല്ലേ. അപ്പോൾ സാമ്പിൾ സ്പേസ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ആ സാമ്പിൾ സ്പേസ് മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെക്കണം. പിന്നെ അതിനകത്തുനിന്ന് ചോദിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് എന്താണ് എയിൽ പറയുന്നത്, ദി സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് സമ്മായിട്ട് വരുന്ന പെയേഴ്സ് എഴുതാനാണ് പറയുന്നത്. അതുപോലെ ബി എന്താണ്, ആ ഓരോ പെയറിലുള്ള നമ്പേഴ്സ് കൂട്ടുമ്പോൾ അതായത് സമ്മ് ലെസ് ദാൻ 4 ആവുന്ന എലമെൻറ്റ്സ് ആണ് ബിയിലുള്ളത്. പിന്നെ സിയിലുള്ളതോ ആ 2 നമ്പറും കൂട്ടുമ്പോൾ ഗ്രേറ്റർ ദാൻ 11 വരുന്ന എലമെൻറ്റ്സ് ആണ് സിയിൽ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും സിയും ഒന്ന് എഴുതി നോക്കാം. ഇതിൽ ആരൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതെന്ന് നോക്കണം. നമുക്ക് ഏതൊക്കെ പെയറാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുള്ള എലമെൻറ്റ്സിനെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന ഇവൻ്റ് എടുക്കുന്നു. എന്താണ് എ എന്ന് പറയുന്ന ഇവൻ്റ്? എ എന്ന് പറയുന്ന ഇവൻ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ ഈസ് ഡിഫൈൻഡ് ആസ് സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് സമ്മ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എ എഴുതാം. ആ 3യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന സമ്മ് വരുന്ന ജോഡികളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 1ൻ്റെ കൂടെ ഏതെങ്കിലും വന്നാൽ 3യോ ഏതെങ്കിലും സംഖ്യകൾ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന 1 5 വരും അല്ലേ. 1 5 ഉണ്ട്. പിന്നെ 1 5 മാത്രമേ വരുള്ളൂ. 1 2 വരും. 1 2 1 5 1 2. പിന്നെ 1ൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന 3യുടെ മൾട്ടിപ്പിൾ സമ്മായിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടോ നോക്ക്. 1 1 ഇല്ല. 1 2 ഉണ്ട്. 1 3 ഇല്ല. 1 4 ഇല്ല. 1 5 ഉണ്ട്. പിന്നെ 1 6ഉം 1 ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 1 എഴുതാം. പിന്നെ 2 1. പിന്നെ 2ൻ്റെ കൂടെ വരുന്ന 2 3 ഇല്ല. 2 2 ഇല്ല. 2 4. പിന്നെ 2 5 ഇല്ല. 2 6ഉം ഇല്ല. പിന്നെ 3 1 ഇല്ല. 3 2 ഇല്ല. 3 3 ഉണ്ട് അല്ലേ. 3 3 ഉണ്ട്. 3 4 ഇല്ല. 3 5 ഇല്ല. 3 6 ഉണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 3 അതായത് 2 കൂടി കൂട്ടുമ്പോൾ 2 സംഖ്യകളും കൂട്ടുമ്പോൾ നമുക്ക് 3യുടെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ 5ഉം 1ഉം കൂടി കൂട്ടിയാൽ 6 ആണ്. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടും. 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നമുക്ക് 4ൽ തുടങ്ങുന്നത് എഴുതി നോക്കാം. 4ൽ തുടങ്ങുന്നത് 4 2 അല്ലേ. 6 കിട്ടും. പിന്നെ 4 5 9 വരും. 4 3 വരില്ല. 4 4 വരില്ല. പിന്നെ 5 1 വരും അല്ലേ. 5 1 വരും. പിന്നെ 5 2 വരില്ല. 5 3 വരില്ല. 5 4 വരും. പിന്നെ 5 6 വരില്ല. പിന്നെ 6 ആണുള്ളത്. 6 1 വരില്ല. 6 2 ഇല്ല. 6 3 ഇല്ല. 6 3 ഉണ്ട്. ഓക്കെ. 6 3. 6 4 ഇല്ല. 6 5 ഇല്ല. 6 6 ഉണ്ട്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, എയിലുള്ള മെമ്പേഴ്സായിട്ട് വരുന്നത്. എങ്ങനെയാണ് എയിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് സമ്മ് 2 സംഖ്യകളുടെ സമ്മ് എന്താവണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്ന പെയറാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ബി അല്ലേ, സെറ്റ് ബി ആണ്. സെറ്റ് ബിയിൽ എന്താണ് പറയുന്നത്? സെറ്റ് ബി നമുക്ക് നോക്കാം. അതായത് ബി എന്ന് പറയുന്ന ഇവൻ്റ് പറയുന്നത് സം ഈസ് ലെസ് ദാൻ 4 ആണ്. സമ്മ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ സമ്മ് 4ൽ താഴെ വരണം. അപ്പോൾ നമുക്ക് 1ൽ തുടങ്ങാം. 1 1 അല്ലേ. 1 1
പിന്നെ 1 2 സമ്മ് 4ൽ താഴെയാണ്. 1 3 4ൽ താഴെയാണ് വേണ്ട, അപ്പോൾ 1 3 എടുത്താൽ 4 വരും. പിന്നെ 2 1 ഉണ്ട്. പിന്നെ 2 2 എടുത്താൽ നമുക്ക് 4ൽ കൂടുതൽ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ബിയിലുള്ളൂ. ഇനി സിയിലുള്ള മെമ്പേഴ്സിനെ നോക്കാം. സിയിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? സം ഈസ് ഗ്രേറ്റർ ദാൻ 11. സം ഈസ് ഗ്രേറ്റർ ദാൻ 11 എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് 6 6 മാത്രമേ ഉള്ളൂ എന്ന് പറയാം അല്ലേ. കാരണം ബാക്കിയൊക്കെ തന്നെ 12ൽ താഴെ വരുന്ന 11 വരുന്നത്, ഗ്രേറ്റർ ദാൻ 11 വരുന്നത് 6 6 മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ ലെസ് ദാൻ 11 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. എയും ബിയും സിയും നമുക്ക് കിട്ടി ഇവൻറ്റ്സ് അല്ലേ. ഇതിലേതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതായത് എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നോക്കാം. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ 1 2 1 2 കോമൺ ആണ് അല്ലേ. 2 1 2 1 വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തല്ല, നൾ സെറ്റ് അല്ല. നൾ സെറ്റ് ആവുമെങ്കിൽ മാത്രമേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുള്ളൂ. പിന്നെ എയും സിയും കൂടി നമുക്ക് ഇൻ്റർസെക്ഷൻ നോക്കാം. എയും സിയും കൂടിയുള്ള ഇൻ്റർസെക്ഷൻ നോക്കാം. എയിലുള്ള ഏതെങ്കിലും എലമെൻറ്റ് സിയിലുണ്ടോ എന്ന് നോക്കുക. സിയിലാകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, അതുകൂടി ഉണ്ട് എയിൽ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണോ? അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തിനെ എഴുതാം നമുക്ക്? നോട്ട് ഈക്വൽ ടു 5. ഇനി നോക്കാം എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നോക്കാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. എയിലും സിയിലും നോക്കി. ഇനി ബിയും സിയും കൂടി നോക്കാം. ബിയും സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ല അല്ലേ. ബിയിലാണെങ്കിൽ ആകെ 3 എലമെൻറ്റേ ഉള്ളൂ, സിയിൽ 1 ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബി ഇൻ്റർസെക്ഷൻ സി നമുക്ക് ഉടനെ എഴുതാം ഈക്വൽ ടു 5. അപ്പോൾ ഏതൊക്കെയാണ്, ഏത് ജോഡിയാണ് നമുക്ക്? ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഇവൻസിനെ പറ്റിയും പരിചയപ്പെടാം. അതുപോലെ അതിൻ്റെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ്, അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റും. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്ന് പറഞ്ഞാൽ? 2 ഇവൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 5 കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നൾ സെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ഇവൻസിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ മറ്റു കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.